ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, സമയം നല്ല പാതിരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് കൊഞ്ചിറങ്ങിയെന്നും പറഞ്ഞ് ചേച്ചിയുടെ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കേട്ട പാടെ നമ്മളിതേ ടൂൾസൊക്കെ ആയിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ മോനാണ്, ഇത് ആദ്യത്തിനാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഇറങ്ങിയേക്കണത് ദേവന ചേച്ചിയുടെ വീട്ടിലേക്ക് ആക്കിയേക്കാണ്. നമ്മുടെ സമയമോശമാണെന്ന് അറിയില്ല, കൊഞ്ചുമായിട്ട് ഒരു പൊടിച്ചെമ്മിനെ പോലും കാണുന്നില്ല. പിന്നെ നോക്കുമ്പോൾ ലോട്ടറി അടിച്ച പോലെ ഞണ്ടുകളുടെ കൂട്ടാണ് നമ്മളെ തേടി വന്നത്. എൻ്റെ മോനെ ഇവിടെ കുത്തുണ്ടായിരുന്നു, കോരി എടുത്താ മതി. കുത്തണോ എന്റെ മോനെ? ഇവിടെ ഭയങ്കര വലിയ സൈസ്. ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കുത്തി, അല്ലെങ്കിൽ എടുത്താനായിട്ട്. അടിപൊളി. കൊടുക്കണെങ്കിൽ ഒരു 300 രൂപ കിട്ടൂലേട്ടാ? 1 കിലോ പക്ഷെ അത് പോകാനുള്ള ചാൻസ് ഉണ്ടായില്ല. വിളിച്ചിട്ടോ വേണ്ടായിരുന്നു അടുത്ത ഞണ്ട് കിട്ടി പെണ്ണണ്ടിനല്ലേ രണ്ടാമത്തെ നല്ല മഡ് ഞണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല സൈസ്. പക്ഷെ ഇതൊക്കെ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. ഇത്ര കുത്തണ്ട ആവശ്യമൊന്നുമില്ല, കുത്തിപ്പോയി നമ്മ. മഡായിരുന്നില്ലേ ഇന്നലെ നമ്മളപ്പുറത്ത് തന്നില്ലേ പുള്ളി കൊടുത്തത് 800 രൂപക്കാണ്. ഇപ്പോള്ള കാല് മഡായിരുന്നു, പക്ഷെ നമ്മ കുത്തിപ്പോയി, അല്ലെങ്കിൽ മിസ്സായി പോയാന്. അടുത്ത കണ്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞപ്പോ കരിമീൻ കയറി വന്നു. പിന്നെ എന്താല്ലേ, ഇതിനെ കുത്താൻ ഇറങ്ങിയിട്ട് കൊഞ്ചില്ല. ഞങ്ങൾക്ക് രണ്ടിന് മാത്രം കിട്ടിക്കൊണ്ടിരിക്കണത്. വറുത്തതുണ്ട്. അതെ, നീ പോളിസ്റ്റർ ഇട്ടിട്ടാണ് നമുക്ക് നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലെടുത്തിടാം. ഇതവിടെ ആരോ വലയിടുന്നുണ്ട്. എന്താണ് ഏട്ടാ നോക്കണുണ്ടോ? ഉണ്ടോ? നല്ല വലിപ്പമുള്ള വെള്ളം. അടുത്തത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതൊക്കെ ഞാൻ റോസ് ചെയ്ത് പൊക്കോ. ഇതൊന്നുമില്ല. കിട്ടിയാ? എന്താ കരിമീനാ? നമുക്ക് അടുത്ത കരിമീൻ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ കരിമീനാണിത്. നീളനായവർ ഓടിച്ചിട്ടെന്നാണ് പറയണത്. ഞണ്ടിനെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇല്ല പിടിച്ചിട്ടുണ്ട്. ആ മീനെ പിടിച്ചിട്ടുണ്ട്. കാല് വലിച്ചോണ്ട് പോയി. ഇനി കിട്ടൂല. നോട്ട് വിട്ടേക്കണായിട്ട്.
കിട്ടി ദേവി പിടിച്ചാൽ തന്നെ ദേവൻ അവിടെ ആക്കി. ഇത്രയും രാത്രി ആയ കാരണം ഞാനും ആദ്യത്തിന് ഏട്ടനും പിന്നെ വേറൊരു ചേട്ടനും കൂടി ഉണ്ട്. പിന്നെയൊക്കെ നമ്മൾ ആകെ ലാസ്റ്റ് കാണിച്ചു ഏട്ടനും മൈൻഡില്ല ചെറുതിനോടും. അത് എന്താണ് സംഭവം എന്താണ് ഏട്ടാ എന്താണ്? വാ കിട്ടി, സാധനം കിട്ടി മോനെ. വലിയ കരിമീനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ, നല്ല വലിപ്പമുള്ള കരിമീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര കിട്ടിയോ നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അടുത്ത കരിമീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞണ്ടുണ്ടോ? ചാടി പോവാ ഗൈസ്. അടുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ചാടി പോവാളോ. ഞണ്ട് കിട്ടിയാ ദൂരെ കാണാൻ പാടുന്ന നോക്കി ചാടി പോണം ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് അടുത്തോട്ട് വന്നപ്പോൾ തന്നെ കൂടി ഒരൊറ്റ ഓട്ടമാണ് ഇവിടെ ഉണ്ടായത് ഗൈസ്. രണ്ട് ദിശയിലോട്ടാണ് ഈ പോണേ മീനുണ്ടോ നോക്കാനായിട്ട്. ഇവിടെ നിറച്ചും പാമ്പാണെന്നാ പറയണേ ഗൈസ്. ഉണ്ടോ? എന്തോ ഭാഗ്യത്തിനാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിടക്കട്ടെ. ഇത് കണ്ടോ ഗൈസ്, കുത്തി നിറച്ച് നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട്. 9 മണിയായിട്ടോ? അല്ല 9 മണിയില 9:30 ഇതേ 9:30 മണി. ദേവോടെ ഒറ്റയ്ക്കല്ലേ. ഇന്ന് ശരിക്കും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഫിഷിങ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ തിരികെ എത്തിയിട്ടുണ്ട്. മീനെ കാണണ്ടേ? ഉറങ്ങിയാ? അമ്മ ചോദിച്ചാൽ ഉറങ്ങിയെന്ന്. മീനെ കാണണ്ടേ? വാ ചെരുപ്പപ്പെടുത്തണോ? ഇതേണ്ട അകലയിൽ മീനിടാൻ പോകണം ഗൈസ്. ഇതിന്റെ കാല് ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചത്തുന്നോന്നുണ്ട്. നമുക്ക് ഒരുപാട് പൈസ കിട്ടിയാലോ. പക്ഷെ കുത്തിപ്പോയി അമ്മ. അതേ കണ്ടോ പിടിക്കോ ഒരു പേടി. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കിട്ടിയേക്കണേ. ഇതൊരു അടിപൊളി ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ലേ. കൂടെ തന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ.